സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. കൊരിന്ത്യർക്ക് എഴുതിയതായ 1 ലേഖനം 6 അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധിക്കുക. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്നു. എല്ലാ യൗവനക്കാരും യൗവനപ്രായത്തിൽ ഗ്ലാമർ എന്ന് പറയും. എന്താണ്? നല്ല സൗന്ദര്യമുള്ളവരായിട്ട്, ആകർഷണീയരായിട്ട് കാണപ്പെടും. നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, നല്ല ചുറുചുറുക്കുള്ളവരായിരിക്കും. യൗവനപ്രായമെന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സമയമാണ്. ആ യൗവനപ്രായം വരുന്നതായ സമയത്ത് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരിക്കും. സൗന്ദര്യമുള്ള ഒരു ശരീരം ഉണ്ടായി ആകർഷണീയമായിരിക്കും. ആ ശരീരം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സ്വത്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഈ ശരീരം ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ആശിച്ചാൽ നീ ഭാഗ്യവാനാകും. അനേകം ആളുകൾ യൗവനകാലത്ത് തങ്ങളുടെ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ, അഴകിനെയൊക്കെ കണ്ടുകൊണ്ട് ദൈവത്തിനെ വകവയ്ക്കാതെ, വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാതെ, തങ്ങളുടെ കഴിവും സാമർഥ്യവും കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം അവർ പിശാചിന്റെ കൈകളിൽ ഞെരുങ്ങുകയാണ്. പിശാചിന് ആവശ്യമായിരിക്കുന്നത്, ആരോഗ്യമില്ലാത്തവരെ പിശാചിന് ആവശ്യമില്ല, ഒരുപാട് പ്രായമുള്ളവരെ പിശാചിന് ആവശ്യമില്ല, അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പിശാചിന് ആവശ്യമില്ല. അവൻ യൗവനക്കാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൗവനപ്രായത്തിൽ ഉണ്ടാകുന്നതായ ആ ചിന്തകൾ, ആ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആശകൾ, ആഗ്രഹങ്ങൾ, ആ ഇച്ഛകൾ എന്താണ്? അവയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, അവയെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പിശാച് യൗവനക്കാരെ പ്രേരിപ്പിക്കാറുണ്ട്. ഇന്ന് അനേകം യൗവനക്കാരെ നോക്കുമ്പോൾ അവരുടെ യൗവനപ്രായത്തിലവർ വഴിതെറ്റിപ്പോകുവാനുള്ള കാരണം സെൽഫോണാണെന്ന് നിസ്സംശയം പറയാം. ആ സെൽഫോണിന് എത്രയോ യൗവനക്കാർ ഇന്ന് അടിമകളായി മാറി. പലതരത്തിലുള്ള ആപ്സുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആട്ടവും പാട്ടുമെന്ന് പറഞ്ഞ് അശ്ലീല ചിത്രങ്ങളും സിനിമകളും അതുപോലെയുള്ള കാര്യങ്ങളും, അതുപോലെ സെൽഫോണിൽ കൂടി തെറ്റായ സ്നേഹബന്ധങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കാരണമായി ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കുകയാണ്. ഞങ്ങളുടെ യൗവനപ്രായത്തിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അന്നത്തെ ശീലം എന്താണെന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റീവ് ബുക്സ് ഉണ്ട്, അതായത് ഡിക്റ്റേറ്റീവ് നോവലുകൾ, ചെറുത്. അവ ഞങ്ങൾ വാടകയ്ക്കെടുക്കുമായിരുന്നു, 10 പൈസയൊക്കെ കൊടുത്തിട്ട് എടുക്കുമായിരുന്നു. അത് 1 മണിക്കൂറിനേക്കാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവ കിട്ടിയാൽ ഉടൻ തന്നെ വേഗത്തിൽ വായിച്ച് തീർക്കും. അതാ അങ്ങോട്ട് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു, അവരത് കണ്ടു, ഇത് കണ്ടു, അപ്പോൾ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. വളരെ ഉദ്വേഗജനകമായിട്ടുള്ളതായ കഥകളാണത്. ആ കഥകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നാം വായിക്കുന്നതായ സമയത്ത്, അത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ അത് ആഴമായിട്ട് പതിയപ്പെടാനിടയാകും. അങ്ങനെ ക്രൈം കൊണ്ട്, പൈശാചികമായ കഥകൾ കൊണ്ട്, ക്രൂരമായ കഥകൾ കൊണ്ട് എല്ലാം നമ്മുടെ മനസ്സ് മുഴുവനും നിറയുവാനിടയാകുമായിരുന്നു. അന്ന് ഈ പാഠപുസ്തകങ്ങളൊന്നും വായിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതിനുശേഷം മൂവീസ് വന്നു. ഈ മൂവീസ് കണ്ടിട്ട്
അനേകം യൗവനക്കാർ അതിന് അടിമകളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവയെല്ലാം ഓൾഡ് ഫാഷനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഫോൺ ഉണ്ടായാൽ മാത്രം മതി, എല്ലാം അതിൽ തന്നെയുണ്ട്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നിന്റെ കണ്ണുകൾ ആരുടേതാണ്? നിന്റെ കൈകൾ ആരുടേതാണ്? നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ ബ്രെയിൻ ആരുടേതാകുന്നു? നിങ്ങളുടെ ശരീരത്തിലുള്ളതായ സകലതും ദൈവം നിനക്ക് നൽകിയതാണ്. മാതാപിതാക്കൾ ജനിപ്പിച്ചാണെന്ന് പറയാം. മാതാപിതാക്കൾ നമുക്ക് ഈ ഭൂമിയിൽ ജനനം നൽകി, അത് ശരിയാണ്. എന്നാൽ നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, നിനക്ക് ആത്മാവിനെ അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്, നമുക്ക് പ്രാണനെ തന്നിരിക്കുന്നത്, നാം ഓരോ ദിവസം ചെല്ലും തോറും ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഒരു അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ കുഞ്ഞ് അത് വളർന്ന് അതിനൊരു രൂപം പ്രാപിച്ച് അതിനുശേഷം അത് വളർന്ന് ഒരു യൗവന പ്രായത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. യൗവനക്കാർ പറയണം, എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ദേഹം ദൈവം നൽകിയതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ദൈവം നമുക്ക് ശരീരത്തിൽ നൽകിയിരിക്കുന്നു. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. മനുഷ്യനെ സംബന്ധിച്ച് എത്രയോ ആവശ്യങ്ങളുണ്ടെങ്കിലും, എത്രയോ വിഷയങ്ങളുണ്ടെങ്കിലും, ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ അവനൊരിക്കലും സമാധാനം കാണുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു അസംതൃപ്തി അവനിൽ കാണാം. അതുകൊണ്ടാണ് ഇന്നുള്ള യൗവനക്കാരെ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ദാഹം, ഒരു അപൂർണത അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നു. ഒരു ആഗ്രഹം, അത് നിവർത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്കൊന്നിലും തന്നെ തൃപ്തി ഉണ്ടാകുന്നില്ല. ഇന്നെത്രയോ യൗവനക്കാർ മയക്കുമരുന്നിന് അടിമകളായി മാറുന്നു. മദ്യത്തിന് അടിമകൾ ആയിട്ട് മാറുന്നവരുണ്ട്. ലക്ഷ്യം നഷ്ടപ്പെട്ട് റോഡിൽ കൂടി നടക്കുന്നവരുണ്ട്. നീ യേശുവിൻ്റെ പൈതലാകുന്നുവെങ്കിൽ നിന്റെ ശരീരത്തെ പിശാച് തൊടുന്നതിന് മുൻപ് തന്നെ, പിശാച് നിന്നെ കീഴടക്കുന്നതിന് മുൻപേ, പിശാച് ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞതല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. നിന്റെ യൗവനപ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പാപം ചെയ്ത് വീണിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നതാണ് വലിയ സാക്ഷ്യമെന്ന് പലരും വിചാരിക്കുന്നത്. എന്നാൽ പാപത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ നിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. നീ പരീക്ഷകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് വലിയ വിടുതൽ സംഭവിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് യൗവനക്കാരോട് പറയുന്നത്? നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുവീൻ. ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ തന്നെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ടാവുകയാണ്. എന്താണ്? 10ാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ SMS അയക്കുകയും വാട്സപ്പ് മെസ്സേജുകൾ അയക്കുകയും ഫോട്ടോസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ കൂടി നിന്നെ തന്നെ നീ അശുദ്ധിയാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെയും നീ അശുദ്ധിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, യൗവനമോഹങ്ങൾ സർവ്വസാധാരണമാണ്. എന്നാൽ അവയെ വിട്ട് ഓടിപ്പോകുവിൻ എന്ന് ദൈവവചനം പറയുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. യൗവനമോഹങ്ങളെ വിട്ട് ഓടുവാൻ വേണ്ടി പറയുന്നു. യൗവനമോഹങ്ങൾ എങ്ങനെ നിന്നെ വിട്ടുപോകും? അത് നിന്നോടൊപ്പം ഉണ്ടല്ലോ. യൗവനമോഹങ്ങളെ വിടുക. യൗവനമോഹങ്ങളെ വിട്ടോടുക. എവിടേക്കാണ് വിട്ടോടേണ്ടത്? യൗവനമോഹങ്ങളെ വിട്ടോടി സിനിമ ഹാളിൽ ചെന്നാൽ അവിടെ എന്താണ്? അവിടെയുമുണ്ട്. എന്താണ്? യൗവനമോഹങ്ങളെ വിട്ടിട്ട് അവിശ്വാസികളായ കൂട്ടുകാരുടെ അടുക്കൽ ചെന്നാൽ എന്തായിത്തീരും? യൗവനമോഹങ്ങളെ വിട്ടിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിശ്വാസികളുടെ കൂടെ ഇരുന്നാൽ, മദ്യപാനികളുടെ ഒപ്പം ഇരുന്നാൽ, കലഹം ചെയ്യുന്നതായ ആളുകളുടെ കൂടെ കൂടിയാൽ എന്താണ് പ്രയോജനം? അവയെ വിട്ടിട്ട് എവിടേക്കാണ് പോകേണ്ടത്? കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് കൂടെ. എവിടേക്കാണ് വരേണ്ടത്? കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ വരേണ്ടതാണ്. ഒരു യൗവനക്കാരൻ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളുമായിട്ട് അവന് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അവരോടൊപ്പം കൂട്ടായ്മയിൽ ഭാഗവാക്കാകണം.
ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അവന്റെ ഹിതത്തെ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളോടൊപ്പം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തോടുള്ളതായ നിങ്ങളുടെ ആസക്തിക്ക് വിടുതൽ സംഭവിക്കും. എന്താണ്? യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. നീതി എന്ന് പറയുമ്പോൾ എന്താകുന്നു? പല യൗവനക്കാരും പറയാറുള്ളതാണ്, ഇതിലെന്താണ് വലിയ തെറ്റ്? ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്നില്ലേ? ഒരു സിഗരറ്റ് വലിച്ചെന്നും പറഞ്ഞ് തെറ്റെന്താണ്? ഒന്ന് സിനിമ കണ്ടാൽ തെറ്റെന്താണ്? നേരം പോക്കിന് വേണ്ടിയല്ലേ എല്ലാവരും പോകുന്നില്ലേ? ഞാൻ ചെയ്യുമ്പോൾ മാത്രം തെറ്റാണോ? ഇത് പാപമാണോ എന്ന് പറഞ്ഞ് തർക്കിക്കാറുണ്ട്. ഒരു പെൺകുട്ടിയോടെ അവളുടെ മാതാവ് പറഞ്ഞു, മകളെ നീ സിനിമ കാണാൻ പോകരുത്, അങ്ങനെ പോയാൽ നീ നരകത്തിൽ പോകാനിടയാകുമെന്ന്. അപ്പോൾ ആ പെൺകുട്ടി തന്റെ മാതാവിനോട് പറയുകയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? സിനിമാ ഹാളിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര ആളുകൾ സിനിമ കാണാൻ വരുന്നതെന്നറിയാമോ? കൂട്ടമായിട്ടാണ് ജനങ്ങൾ വരുന്നത്. അത്രയും പേർ നരകത്തിൽ പോവുകയാണെങ്കിൽ ഞാനും പോയിക്കൊള്ളാം, ഡോണ്ട് വറി മമ്മി എന്ന്. അത്രയും ആളുകൾ നരകത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് 100 കണക്കിന് കൂട്ടുകാർ അവിടെയുണ്ടെന്ന്, ഞാനും അവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. പാവം, നരകത്തിലും ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ്? എത്ര പേർ നിന്നോടൊപ്പം ഉണ്ടെങ്കിലും നരകത്തിൽ ചെല്ലുമ്പോഴും അവിടെ കൂട്ടുകൂടി 4 പേർ ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ചീട്ട് കളിക്കാൻ വേണ്ടി വിചാരിക്കുകയാണെങ്കിൽ, അവിടെയും ചെന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുന്നു വിചാരിക്കുകയാണോ? നരകത്തിൽ ചെന്നാൽ പിന്നെ അവിടെ വലിയ അഗ്നിയാണ്. അവിടെയുള്ളത് പല്ലുകടിയും കരച്ചിലുമാണ്. കെടാത്ത തീയും അതുപോലെ ചാകാത്ത പുഴുവുമാണ്. നിന്റെ കൂട്ടുകാരൻ നിന്റെ അടുക്കൽ തന്നെ ഉണ്ടെങ്കിലും നീ അവരെ കണ്ടിട്ട് സ്നേഹവന്ദനങ്ങളൊന്നും ചെയ്യത്തില്ല. അവിടെ ഹായ് എന്ന് പറയാനുള്ള സമയമില്ല. വേണമെങ്കിൽ അവന്റെ മാന്തും. എന്താണ്, നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ച്, നിനക്കെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ എന്ന് ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ നമ്മളത് കൈക്കൊണ്ടില്ല, നമ്മളത് വിശ്വസിച്ചില്ല. നോക്കൂ, ഇപ്പോൾ ഇത് നമ്മുടെ വിധിയായിരിക്കുന്നു, എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂഷിക്കും. അവിടെ നീ കത്തി നശിച്ചു പോകത്തില്ല. അവിടെ എന്താണ്? ചാകാത്ത പുഴുവാണുള്ളത്, അതുപോലെ കെടാത്ത തീയാണ്. അത് ഭയങ്കരമായ നരകമാണ്. തമാശയ്ക്ക് പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ നരകത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരിക്കലും ഭൂമിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കില്ല. നീതി എന്താണെന്ന് അന്വേഷിക്കണം. ഞാൻ ചെയ്തതായ തെറ്റ് എല്ലാവരും ചെയ്തത് കൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. ഒരു തെറ്റ് അനേകം ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റല്ലാകുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ അജ്ഞാനമാണ്. വിശാലമായ വാതിലിൽ കൂടി കടക്കുന്നവർ അനേകരാണ്, ഇടുക്കമുള്ള വാതിലിൽ കൂടി കടക്കുന്നവർ കുറവാണ്. ഇടുക്കമുള്ള വാതിലിൽ കൂടി കടക്കുവാനായി പോരാടുക. യൗവനക്കാരൻ യൗവനപ്രായത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ളതായ തീരുമാനമെടുക്കുകയാണെങ്കിൽ, നിന്റെ യൗവന മോഹങ്ങൾ നിന്നെ പിന്തുടരുമ്പോൾ, ലോകത്തിന്റെ ആശകൾ നിന്നെ വേട്ടയാടുമ്പോൾ, അവയെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ദയവ് ചെയ്ത് നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക. അനേകം ആളുകളും ഇന്ന് യൗവനക്കാരായിരിക്കുന്ന മക്കളെ പരിഗണിക്കുന്നില്ല. ചില ചർച്ചകളിലാണെങ്കിൽ യൗവനക്കാർ മാത്രമായിരിക്കും, അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കൊയറിൽ നിൽക്കുന്നത്, വോളണ്ടിയേഴ്സായിട്ട് നിൽക്കും, സഭയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. എന്നാൽ അവർക്ക് മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ ആരും കാണില്ല. ഹൃദയത്തിന് മാറ്റമില്ലാതെ നാം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവസന്നിധിയിൽ അത് അംഗീകാരമാകില്ല. ദൈവത്തിനു വേണ്ടി നീ എന്തെല്ലാം ചെയ്തു എന്നുള്ളതല്ല പ്രധാനം, നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ കാലത്ത് മാനസാന്തരമില്ലാത്ത യൗവനക്കാർ ചർച്ചിൽ ഉണ്ട്. മാനസാന്തരമില്ലാത്ത യൗവനക്കാർ ചർച്ചിൽ പാട്ട് പാടുന്നു, ആരാധിക്കുന്നു. ചർച്ചിൽ വന്നിട്ട് അവർ ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അവർ കൊയറിലുണ്ട്, ഉപകരണങ്ങൾ വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മനസ്സിന് മാത്രം മാറ്റമില്ല. ആലയത്തിൽ കാണുന്നതായ വ്യക്തിയെ പാപം ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അശുദ്ധമായ സ്ഥലങ്ങളിൽ കാണുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു തരത്തിലും പാപത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം?
നോക്കൂ, ഒരുവൻ വിശുദ്ധി കൂടാതെ ജീവിച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ്. നിന്റെ ജീവിതം ശരിയാക്കാതെ, നിന്റെ പ്രവൃത്തികൾ ശരിയാക്കാതെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. നിന്റെ മുഴങ്കാലിലുള്ള പ്രാർത്ഥന, നിന്റെ പ്രവൃത്തികൾ, നിന്റെ പെരുമാറ്റം, നിന്റെ അച്ചടക്കം, ഇവയെല്ലാം നിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തും. ഒരു വ്യക്തിക്ക് ശരീര ഇച്ഛകളെ ജയിക്കണമെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവൻ താഴ്മയുള്ളവനായിരിക്കണം. എത്ര പേർക്ക് ശിംശോനെ അറിയാം? എങ്ങനെ അറിയാം? ബൈബിളിൽ ശിംശോനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ, അത് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ശിംശോനെ അറിയാം. ശിംശോന്റെ മാതാപിതാക്കൾ ആരാണ്? മനോഹ ദമ്പതികൾ. അമ്മയുടെ പേര് എഴുതിയിട്ടില്ല. മനോഹയുടെ ഭാര്യ എന്നാണ് പറയുന്നത്. മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്കൊരു മകനെ ഞാൻ നൽകും, അവൻ വലിയവനായിത്തീരും, അവൻ പരിശുദ്ധനായിട്ട് ജീവിക്കണം, നീ അശുദ്ധമായത് തുടരുത്, അതുപോലെ വീഞ്ഞു കുടിക്കുവാൻ പാടില്ല, നിനക്ക് ജനിക്കുന്നതായ മകനെ എനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കണം, അവൻ നാസീർ വ്രതം അനുഷ്ഠിച്ചിരിക്കണം എന്ന് ദൂതൻ പറഞ്ഞതനുസരിച്ച് അവൾ തന്റെ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ബൈബിളിൽ അത് അക്ഷരികമായിട്ട് കാണുമ്പോൾ അതിൻ്റെ ആഴത്തിൽ ആത്മീയമായിട്ടുള്ളതായ സാരാംശമുണ്ട്. നാം ബൈബിൾ ധ്യാനിക്കുകയാണെങ്കിൽ, ബൈബിൾ സ്റ്റഡിയിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ കഴിയും. എന്നാൽ നാം പ്രസംഗിക്കുന്ന സമയത്ത് അതിലുള്ളതായ വചനത്തിൻ്റെ സാരാംശം മാത്രമായിരിക്കും എടുക്കുന്നത്. മനോഹ ദമ്പതികൾ പറയുവാനിടയായി, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്തുവാൻ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ വീണ്ടും ആ ദൈവദാസൻ, ആ ദൈവത്തിൻ്റെ ദൂതൻ, ആ കർത്താവ്, നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട, പലയിടത്തും ദൈവദൂതനെന്നും ദാസനെന്നും കർത്താവെന്നുമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആരാണ് പറഞ്ഞത് എന്നുള്ളതല്ല പ്രധാനം. ആരാൽ പറയപ്പെട്ടു, എന്താണ് പറഞ്ഞത് എന്നതാണ് പ്രധാനം. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ശിംശോൻ ജനിക്കുവാനിടയായി. അതുപോലെ ശിംശോൻ യൗവനപ്രായത്തിൽ നാസീർ വ്രതം അനുഷ്ഠിച്ചു, അതുപോലെ അഭിഷേകം ചെയ്യപ്പെട്ടു. അവൻ വീഞ്ഞു കുടിക്കാതെ നാസീർ വ്രതം അനുഷ്ഠിച്ചു, അശുദ്ധമായതൊന്നും തൊടാതെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുന്നതായ സമയത്ത് അവന്റെ മുൻപിൽ ആർക്കും നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ അവൻ അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു. കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന സമയത്ത് ശിംശോൻ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർ വിറയ്ക്കുമായിരുന്നു. ശത്രുക്കൾക്ക് ഉറക്കമില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ശിംശോൻ ഒരു ദിവസം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുവാനിടയായി. ഒരു സ്ത്രീയെ കണ്ടതായിട്ട് പറയുന്നു. അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. മകനെ, നീ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നാണോ വിവാഹം കഴിക്കുന്നത്? നമുക്ക് സ്വന്തം ആളുകൾ ഉണ്ടല്ലോ. ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു അവിശ്വാസിനിയെ നീ വിവാഹം കഴിച്ചാൽ, പിശാചിന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ അമ്മാവൻ ആരാണ്? പിശാചിന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ അമ്മാവൻ ആരാണ്? സാത്താനാണ് അമ്മാവൻ. നിന്റെ അമ്മാവൻ അവനാണെങ്കിൽ നിന്നെ എന്തു ചെയ്യുമെന്നറിയാമോ? എങ്ങനെ നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി, എങ്ങനെ നിന്നെ ഒതുക്കിക്കളയാൻ വേണ്ടി പരിശ്രമിക്കുമെന്നറിയാമോ? അതുകൊണ്ട് വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ചെന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞു. വൈകുന്നേരം തന്നെ കലഹമുണ്ടായി. കലഹമുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് പോയി. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി, വേഗം വീട്ടിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചിന്തിച്ചു, ഇതിനു മുമ്പ് നേരത്തെ ഇറങ്ങിപ്പോകുന്ന മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഹസ്ബൻഡ്സുകളാണുള്ളത്. എന്താണ്? പിണങ്ങിപ്പോകുന്നതായ ഭർത്താക്കന്മാരാണ് ഈ കാലത്തുള്ളത്.
പണ്ടൊക്കെ ഭാര്യമാരായിരുന്നു പിണങ്ങിപ്പോകുന്നത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ വരുമായിരുന്നു. എന്നാൽ ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന കാര്യം ചിന്തിക്കുക. ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇന്നുള്ള മനുഷ്യർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടുംബജീവിതത്തിന്റെ വിലയറിയില്ല. ഒരിക്കൽ വിവാഹത്തിൽ കൂടി ഒരുമിച്ച ശേഷം ഭർത്താവ് ഭാര്യയെ വിട്ടുമാറാൻ പാടില്ല, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ ശിംശോൻ ഒരു തെറ്റിനു മീതെ ഓരോന്നോരോന്നായിട്ട് ചെയ്തതുപോലെ ഇന്നുള്ളതായ ജനവും അങ്ങനെയാണ് ആവർത്തിക്കുന്നത്. തെറ്റായ രീതിയിൽ ചെന്ന് വിവാഹം കഴിച്ചു, പിന്നീട് അവിടെ വഴക്കുണ്ടാക്കി, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഭാര്യ വേണമെന്ന് പറഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ തന്നെ അമ്മാവൻ പറയുകയാണ്, മകനെ, നീ യഥാർത്ഥമായി പിണങ്ങിയെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എൻ്റെ മകളെ നിന്റെ സ്നേഹിതന് വിവാഹം കഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ 2ാമത്തെ മകളുണ്ട്, അവളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അവർക്ക് എത്ര വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല. അവരുടെ രീതി അതാണ്, അവരുടെ സംസ്കാരം അതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് വലിയ തെറ്റായിട്ട് തോന്നില്ല. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അവന് നടന്നില്ല. അവൻ ദൈവത്തെ ധിക്കരിച്ചു, അവന്റെ ശരീരത്തെ അശുദ്ധിയാക്കി പാപം ചെയ്തു. അന്നു മുതൽ അവന്റെ ഹൃദയത്തിലൊരു സ്വസ്ഥതയുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായ ശിംശോൻ ദിലിയിലേക്ക് ചെന്ന് കീഴ്പ്പെടുവാൻ ഇടയായി. ഒരു നിമിഷം ചിന്തിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം 16-ാം വാക്യം. ഇങ്ങനെ അവൾ അവനെ ദിനംപ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ടു തൻ്റെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അപ്പോൾ അവൻ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി എന്നാണോ? വചനം എന്താണ് പറയുന്നത്? പാപം വിട്ടിട്ട് ഓടുക, നീ ദുർനടപ്പ് വിട്ടിട്ട് ഓടിപ്പോവുക. എന്നാൽ ഇവിടെ എന്താണ്? പാപത്തിങ്കിലേക്ക് ഓടി അടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീ അവനെ കൊടുക്കുവാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് അവന് അറിയാമായിരുന്നു. നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് പറയണം, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് പറയണമെന്ന് നിരന്തരം ചോദിച്ചു ബുദ്ധിമുട്ടിച്ചപ്പോൾ അവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയാനിടയായി. അങ്ങനെ 3 തവണ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ അവനെ ബന്ധിച്ചിട്ട് ഇതാ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ച് വെളിയിൽ വരുവാനിടയായി. നോക്ക്, ഇവളെന്നെ ഫെലിസ്ത്യരെ കൊണ്ട് പിടിപ്പിക്കുവാനായി തന്ത്രം മെനയുകയാണെന്നറിയില്ലേ? എന്റെ ശക്തിയുടെ രഹസ്യം ഇവൾക്കെന്തിനാണ്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാപിച്ചെടുത്ത ശക്തിയുടെ രഹസ്യം ഇവളെന്തിനറിയണം? ഇവളെന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടെ? എന്നാൽ വീണ്ടും അവിടേക്ക് പോകുകയാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു, വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്ന് നോക്കാം. 15-ാം വാക്യം വായിക്കുക. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു എന്ന്. ഇവൻ എല്ലാ ദിവസവും അവളോട് പറയുകയാണ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന്. എന്താണ്? എന്നോട് നിനക്ക് സ്നേഹമില്ലാതിരിക്കെ എന്തിനെന്നോട് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നു, എന്നെ നീ വഞ്ചിക്കുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്തുകൊണ്ട് നീ നൽകുന്നില്ല എന്ന് പറഞ്ഞ് വാക്കുകളാൽ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവൾ വീണ്ടും ഇവനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഇവൾ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നുകൂടെ? നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, പക്ഷെ ഞാൻ അബദ്ധവശാൽ ഒരു പാപം ചെയ്യാനിടയായി, ഞാൻ ഇനിയും ഈ പാപത്തിൽ മുൻപോട്ട് പോവുകയില്ല, ഈ പാപം എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നുകൂടെ? എന്താണ് ചെയ്തത്? അവിടെ തന്നെ ഇരിക്കുവാനിടയായി. അവളാണെങ്കിൽ എല്ലാ ദിവസവും ഇവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹിക്കുന്നെന്ന് പറയുന്നു, സ്നേഹിക്കുന്നെന്ന് പറയുന്നു, എന്നോട് പിണക്കമല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുകയാണ്. അവളുടെ വാക്കുകൾ സഹിക്കവയ്യാതെ ഇവന് വളരെ ബുദ്ധിമുട്ട് തോന്നി. എന്തൊരു ഗതികേടാണിത്! സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവളും എൻ്റെ സ്വസ്ഥത കെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവുകയല്ലേ യഥാർത്ഥമായി ചെയ്യേണ്ടത്? പ്രാണൻ രക്ഷിച്ചുകൊണ്ട് ഓടിപ്പോണ്ടതിന് പകരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതാണ് പിശാചിന്റെ തന്ത്രം. അങ്ങനെ ഇന്ന് എത്രയോ യൗവനക്കാർ തങ്ങളുടെ തെറ്റുകൾ ഉപേക്ഷിക്കുവാൻ കഴിയാതെ, തങ്ങൾ ചെയ്ത പാപം മറക്കുവാൻ കഴിയാതെ, തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടത മറക്കുവാൻ കഴിയാതെ, തങ്ങൾ ഗതികെട്ടിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് പോകാൻ അവർ ചിന്തിക്കുന്നില്ല, മറിച്ച് മരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും പാപം ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ട് ആ പാപത്തിൻ്റെ വേദനയിൽ നിന്ന്, ആ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര അറിവില്ലായ്മയാണ്! ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആ യൗവനക്കാർ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വേദനയോ, എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖമോ, എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല എന്ന വേദനയോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് വരിക. അവൻ്റെ മുൻപിൽ വന്നിട്ട് പാപങ്ങൾ ഏറ്റുപറയുക. എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ശിംശോൻ ആ ദിവസം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം മറ്റൊരു രീതിയിലാകുമായിരുന്നു. മൂന്നാം തവണയും അവൾ ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, യഥാർത്ഥമായിട്ട് ഞാൻ നാസിർ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ തലമുടി മുറിക്കുവാൻ പാടില്ല, അത് ഞാൻ നിബന്ധന ചെയ്തതാണ്, അതിലാണ് എൻ്റെ ശക്തിയുടെ രഹസ്യമെന്ന് പറഞ്ഞിട്ട് അവളുടെ മടിമേൽ തലവെച്ച് കിടന്നുറങ്ങിയ സമയത്ത് അവൾ കത്രിക കൊണ്ടുവന്ന് അവന്റെ മുടി മുറിച്ചു മാറ്റി പറയുന്നു, ഇതാ ഫിലിസ്ത്യർ കടന്നു വരുന്നു, നിന്റെ നേരെ കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശിംശോൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. 20-ാം വാക്യം, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ ഉറക്കമുണർന്ന്, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയുമെന്ന് വിചാരിച്ചു. അതായത് പാവം യഹോവ അവനെ വിട്ടൊഴിഞ്ഞു എന്ന കാര്യം അവൻ മനസ്സിലാക്കിയില്ല. എന്താണ് യഹോവയെ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഇത്രയും നാൾ തന്നെ നിർത്തിയത്, തന്നെ ബലപ്പെടുത്തിയത് ദൈവമാണെന്നുള്ളതായ ബോധ്യമില്ലായിരുന്നു. തന്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിവസിക്കുന്നത് കൊണ്ടാണ് അവരെ ജയിക്കുവാൻ കഴിഞ്ഞത്, ശത്രുവിനെ ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോകാനിടയായി. പാപം ചെയ്യുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിവസിക്കില്ല. നീ പാപത്തിന് അടിമയായി ജീവിച്ചിട്ട് കർത്താവിനോട് ക്ഷമയാചിച്ചിട്ട് വീണ്ടും അതേ പാപം തന്നെ പിന്തുടർന്നാൽ, വീണ്ടും നീ പശ്ചാത്തപിച്ചാലും വീണ്ടും നീ ഒരുപാട് ആഗ്രഹിച്ചാലും ശരി, നിനക്ക് യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടാകില്ല. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും വായ് തുറന്ന് കർത്താവിനോട് എല്ലാവരും സംസാരിച്ചാട്ടെ. ഇപ്പോൾ തന്നെ നീ പോർണോഗ്രഫിക്ക് അടിമയായിട്ടുണ്ടോ? ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ട് ജീവിക്കുകയാണോ? അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ? നിനക്ക് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയിരിക്കുന്ന അവസ്ഥയിലാണോ? അരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയിരിക്കുന്ന കർത്താവുണ്ട്. അനുസരിക്കാത്തവരോട് കരം നീട്ടി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇപ്പോഴെങ്കിലും, ഇന്നു മുതലെങ്കിലും നീ എൻ്റെ അടുക്കിലേക്ക് വരാൻ പറയുന്നു. നീ ഏതവസ്ഥയിലാണെങ്കിലും, നിന്റെ സാഹചര്യം എന്താണെങ്കിലും, നിന്നോട് മനസ്സലിവ് കാട്ടാൻ കർത്താവ് ഒരുക്കമാണ്. നിന്നെ പുതിയ വ്യക്തിയാക്കി തീർക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിന്നാൽ സ്നേഹിക്കപ്പെടുന്ന ഞങ്ങളെ ഒരിക്കൽ കൂടി ദർശിക്കണമേ. നീ തിരഞ്ഞെടുത്ത യൗവനക്കാരായ മക്കളെ നോക്കണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ അഴിച്ചു കളഞ്ഞതുകൊണ്ട് എല്ലാ മക്കൾക്കും രക്ഷാഭാഗ്യം കൊടുക്കണമേ. കർത്താവേ, ഇനി ഒരു ക്ഷണം പോലും ഞങ്ങളുടെ യൗവന മക്കൾ ഇനിയും ഒരു ക്ഷണം പോലും പിശാചിന്റെ കൂട്ടാളികളായിരിക്കുവാൻ പാടില്ല കർത്താവേ. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. ഈ സമയത്ത് യൗവനക്കാരായിരിക്കുന്ന എല്ലാ മക്കളെയും പിശാചിന്റെ പിടിയിൽ നിന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണപ്പാ. അവരോട് നീ മനസ്സലിയുമാറാകണമേ. ഇത്രയും നാൾ അവർ പിന്തുടർന്നു വന്നതായ ആ പാപത്തെ വെറുക്കുവാൻ ആവശ്യമായ കൃപ, ആ ശക്തി അവർക്ക് കൊടുക്കുമാറാകണമേ. എല്ലാവരുടെയും മേൽ നിന്റെ കൃപ കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഇതാ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ ആലയമാക്കി മാറ്റണമേ. പ്രാർത്ഥനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ